देव विष्णुपाद परमहंस परिवाराचार्य अष्टोत्तर संशीर्षण अभिषेकानंद भक्ति वेदांत संकल्पाद की जय। देव विष्णुपाद परमहंस परिवाराचार्य अष्टोत्तर संशीर्षण श्री भक्ति सिद्धांत महाराज प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। नमाचार्य श्री गणेश ठाकुर की जय। श्रीमद् भगवद गीता की जय। तथा गौर प्रेमानंदे ഭഗവത്ഗീത അധ്യായം 16 ശ്ലോകം 14. 16-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേക ചിത്ത വിഭ്രാന്താഃ മോഹജാലസമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേഷു ച. अनेक चित्त विभ्रान्ताः मोहजालसमावृताः प्रसक्ताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्त विभ्रान्ताः मोहजालसमावृताः प्रसक्ताः कामभोगेषु पतन्ति नरकेषु च. मोहजालसमावृताः कामभोगेषु पतन्ति नरकेषु च. अनेकचित्तविभ्रान्ताः मोहजालसमावृताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्तविभ्रान्ताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्तविभ्रान्ताः मोहजालसमावृताः कामभोगेषु पतन्ति नरकेषु च. मोहजालसमावृताः प्रसक्ताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्तविभ्रान्ताः मोहजालसमावृताः प्रसक्ताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्तविभ्रान्ताः मोहजालसमावृताः कामभोगेषु पतन्ति नरकेषु च. अनेक चित्तविभ्रान्ताः मोहजालसमावृताः कामभोगेषु पतन्ति नरकेषु च. ते അവർ അനേക ചിത്തവിഭ്രാന്താः അനേകം മനോരഥങ്ങൾ മൂലം വിഭ്രാന്തരായി മോഹജാല സമാവൃതഃ
മോഹമാകുന്ന വലയാൽ ആവതരായി കാമഭോഗേഷു കാമഭോഗങ്ങളിൽ ആസക്തരായിട്ട് അശുചവും അപവിത്രമായ നരകത്തിൽ പതന്തി വീഴുന്നു. വിവർത്തന ഭാവം കൃഷ്ണപ്രഭാവത്തിൽ ശിശുവിന്റെ ഉപദേശങ്ങളാണ് ഭക്തി വേദാന്ത സംസ്കൃത അക്ഷരപ്രഭാവത്തിൽ വിവർത്തനം. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിൻ്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയസുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ഭാവാർത്ഥം: ആസുരപ്രകൃതക്കാരുടെ ജനാർദ്ദന കൃഷ്ണയ്ക്ക് അതിരില്ല, അതിനവസാനമില്ല. ഇപ്പോൾ തനിക്ക് എത്ര സ്വത്തുണ്ടെന്ന് കണക്കാക്കുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയുമാണ് അയാൾ. ധനം നേടാനായി എന്ത് അധാർമിക കൃത്യങ്ങളും നടത്താൻ പഠിക്കില്ല അയാൾ. നിയമവിരുദ്ധമായ ഈ തൃഷ്ണ ശമിപ്പിക്കാനായി കരിഞ്ചന്ത നടത്തും. ഭൂമിയും കുടുംബവും വീടും രാഗനിക്ഷേപവുമായി തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ വശീകൃതനായി അയാൾ എപ്പോഴും അതേ ഇനി മെച്ചപ്പെടുത്തിയത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. തൻ്റെ കഴിവിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തൻ്റെ മുൻജന്മ സ്വന്തങ്ങളാണെന്നത് കൂടാതെ തനിക്ക് അങ്ങനെ ധനം സമ്പാദിച്ച് കൂട്ടാൻ അവസരം കിട്ടി എന്നതല്ലാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെപ്പറ്റി ചിന്തിക്കുകയില്ല. ഒന്നുകൂടിയ ഈ ധനമെല്ലാം തൻ്റെ പ്രയത്ന ഫലമാണെന്ന് അയാളുടെ വിശ്വാസം. അസുര സ്വഭാവിക്ക് സ്വന്തം പ്രയത്നശേഷിയിലല്ലാതെ കർമ്മനിയമത്തിൽ വിശ്വസിക്കാനാവില്ല. കർമ്മനിയമപ്രകാരം ഒരാൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയിൽ മുന്നണിയിലെത്തുന്നതും മുൻജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇവയൊക്കെ ആകസ്മികമായി വന്നു ചേരുന്നതോ അല്ലെങ്കിൽ തൻ്റെ കഴിവ് കൊണ്ട് നേടാവുന്നതോ ആണെന്നാണ് ആസുര സ്വഭാവികൾ കരുതുന്നത്. ജനങ്ങളുടെ സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും കാണുന്ന വൈവിധ്യത്തിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത നിയമമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നോട് എതിർക്കുന്ന ഏതൊരാളും ശത്രുവാണെന്ന് അയാൾക്ക്. ആസുര സ്വഭാവികൾ അനേകം പേരുണ്ട്. ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വിരോധിയായിരിക്കും. ഈ ശത്രുതയ്ക്ക് ക്രമേണ ആഴം കൂടും. വ്യക്തികൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ച് കുടുംബങ്ങൾ തമ്മിലും പിന്നീട് വർഗങ്ങൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. അതുകൊണ്ടാണ് ലോകത്തിലെങ്ങും നിരന്തരം കലഹങ്ങളും യുദ്ധങ്ങളും നടമാടുന്നത്. ആസുര പ്രകൃതിയുള്ള ഓരോ മനുഷ്യനും വിചാരിക്കുന്നു മറ്റുള്ളവരെല്ലാം പണി കഴിച്ചും തനിക്ക് അസുഖം ജീവിക്കാൻ കഴിയുന്നു. അങ്ങനെ തന്നെയാണ് പരമേശ്വരൻ എന്ന് മുസ്ലിംമാർ ചിന്തിക്കുന്നു. അത്തരമൊരു ഉപദേഷ്ടാവ് അനുയായികളോട് പറയും, നീ എന്തിനു മറ്റൊരിടത്ത് ഈശ്വരനെ തേടുന്നു? നീ തന്നെ ഈശ്വരൻ തന്നെ, എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഈശ്വരനെ വിശ്വസിക്കേണ്ട, ഈശ്വരനെ മറന്നേക്കുമോ, മരിച്ചുപോയി ഈശ്വരൻ എന്നിങ്ങനെ. തന്നെ പോലെയോ അതിൽ അധികമോ ധനവും സ്വാധീനശക്തിയും ഉള്ളവരായി വേറെ ചിലരെയും പതിവായി കാണുന്നുണ്ടെങ്കിൽ കൂടി അവർ തൻ്റെ നിലയിലെത്തിയിട്ട് അയാളുടെ വിശ്വാസം. വികൃത ലോകങ്ങളിലുള്ള പ്രയാണത്തെ സംബന്ധിച്ചാകട്ടെ യജ്ഞങ്ങളുടെ സാർത്ഥകതയെ അയാൾ നിരാകരിക്കും. തങ്ങൾക്ക് പ്രത്യേകമായൊരു യജ്ഞപ്രക്രിയ പിടിക്കാമെന്നും ഉപരിലോകത്തിലേക്ക് എത്താൻ ഉപയുക്തമായൊരു യന്ത്രം കണ്ടുപിടിക്കാമെന്നും അസുര സ്വഭാവികൾ വിചാരിക്കുന്നു. ഇതിന് പറ്റിയ ഉദാഹരണമാണ് രാവണൻ. വേദഹിതങ്ങളായ യജ്ഞങ്ങളിലൊന്നും കൂടാതെ ഏത് ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ അയാൾ പരിപാടി ഇട്ടിരുന്നു. ഇക്കാലത്ത് മുമ്പ് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടങ്ങളായ അന്യഗ്രഹങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന അസുര പ്രകൃതക്കാർ സംഭ്രാന്തിയുടെ ഉദാഹരണങ്ങളാണ്. അറിയാതെ തന്നെ നരകത്തിലേക്ക് കൂടുതൽ വഴുതി വീഴുകയാണ്. ഇവിടെ മോഹജാലം എന്ന പദം അർത്ഥവത്താകുന്നു. ജാലം എന്നാൽ വല. വലയിൽ അകപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവരുടെ സ്ഥിതി. പുറത്തു കടക്കാൻ കഴിയാതെ എന്ന് സൂചന. ഓം അജ്ഞാനതിഭ്രാന്തസ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപഗതാമഹം ദദാന്തീശ്ച പ്രദാന്തം വന്ദേഹം ശ്രീഗുരു ശ്രീലപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനഗുണാദാം വിദന്തം സജീവം സാദ്വേദം സാവധൂതം പ്രജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സലലിതാൻ ശ്രീനാവിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചാകൽപതരുഭ്യസ്യ കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആസുര സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ മനോഭാവവും അതിനെ എങ്ങനെ വിചാരണ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രാമുഖ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ്. കാരണം അദ്ദേഹം ചിന്തിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിൽ മതിമറന്ന് അഹങ്കരിക്കുകയും ചെയ്യും. അഹങ്കാരം കാരണം അദ്ദേഹം ബാക്കിയുള്ളവരടുത്തുള്ള അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുകയും ശത്രുത കൊണ്ടുവരികയും ചെയ്യും. അപ്പം ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണഗതിയിൽ തന്നെ നോക്കുമ്പോൾ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടാണെന്നും ഒക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശക്തി കൊണ്ടാണ് പലതും നേടിയെടുക്കുന്നതെന്നാണ്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും ഭഗവാന്റെ ഒരു ഇംഗിതം ഇല്ലാതെ നമുക്ക് ഒരു പുൽനാമ്പ് പോലും നീങ്ങില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അഹങ്കരിച്ചാലും ആ ഒരു നമ്മുടെ അകത്തുള്ള ആത്മാവില്ലാന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് യാതൊരു വാല്യൂ നമുക്കില്ല, നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ എവിടെ നിന്നാണ് ശക്തി വരുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ടും ആ ശക്തിമാനെ ആശ്രയിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നേടുന്ന സമയത്ത് ആൾക്കാർ നമ്മൾ പ്രകീർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഭാഗ്യമേ നമ്മൾ പറയും ചിലപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യമാണെന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും നമ്മൾ ഉള്ളിൽ നമുക്ക് തോന്നും ഇത് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ആ ബോധം നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു ഭാവം ഉള്ള വ്യക്തികളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആദ്യം വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ആകാംക്ഷകളുണ്ടാവും, ആൻസൈറ്റി. കാരണം എന്താണ്, അവർ പല രീതിയിലും അവർക്ക് പല സ്ഥലങ്ങളിലും അവർ ഞാൻ ഒന്നാമനാവണം എന്നുള്ള ആഗ്രഹത്തോടെ പോകും. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് എല്ലാം നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കർമ്മം കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുമായിരിക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ഒന്നാമനാവണമെന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. അപ്പം അതിനുവേണ്ടി അവർ ഒരുപാട് യത്നിക്കുകയും അതിനു വേണ്ടിയിട്ട് അവർ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ആ സ്വാർത്ഥത നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവർ പലപ്പോഴും പ്രവർത്തിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവായിരിക്കാം, കഴിവുകൾ ഉണ്ടാവായിരിക്കാം. അപ്പോൾ അവർ സമൂഹത്തിൽ അവർ പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അവരെല്ലാവരും പ്രകീർത്തിക്കാൻ ചെയ്യാം, നിങ്ങൾ എല്ലാ കഴിവുള്ള ആളാണ്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അത് പറയുമ്പോഴും അദ്ദേഹത്തിന് അകത്ത് അഹങ്കാരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ ഉള്ളിൽ ഒരു ചെടി എങ്ങനെയാണ് വളർന്നുകൊണ്ട് വലിയൊരു വൃക്ഷമാകുന്ന പോലെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് ജനിച്ച നാൾ മുതൽ നമ്മളകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു കുട്ടി എടുത്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ആ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും നമ്മൾ പോകാണെന്നുണ്ടെങ്കിൽ ഒരു കളിപ്പാട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തന്നെ ചിന്തിക്കുന്നത് എൻ്റേതാണ്, അല്ലെങ്കിൽ ഇത് ബാക്കിയിൽ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ കുട്ടികൾ വരുന്ന സമയത്ത് അവർ കൊടുക്കില്ല. അപ്പോൾ ഈ മനോഭാവത്തെ ഉള്ളിലുണ്ടായിരിക്കും. അത് മെല്ലെ നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അഹങ്കാരം നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ മോട്ടിവേഷൻ ടോക്കിലൊക്കെ പോയിട്ട് നമ്മൾ ഇരുന്ന അഹങ്കാരം മാറുന്നില്ല. പക്ഷെ ഒരിക്കലും മാറില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു ആദ്യത്തിന് ഗുരുവിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൽ വന്നാലേ നമ്മൾ അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലപ്പോഴും. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കമായ ആൾക്കാരും കാണാൻ സാധിക്കുന്നത് ലോകത്തിൽ അഹങ്കാരം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധം ഉള്ള ആൾക്കാരെ നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ അഹങ്കാരത്തിനെ മാറ്റിത്തരുന്ന വ്യക്തികളാണ് നമ്മൾ യഥാർത്ഥമായിട്ട് സുഹൃത്തുക്കൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് അവരെയായിരിക്കും കൂടുതൽ ഇഷ്ടം. പലപ്പോഴും നമ്മൾ കാണുന്ന സമയത്ത് അവരെന്നെ പറ്റി നല്ലത് പറയുന്നു, അപ്പോൾ അവരെൻ്റെ കൂട്ടുകാരാണ്. ചില വ്യക്തികൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും നല്ല ആൾക്കാർ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ കൂടി പക്ഷെ ആത്യന്തികമായിട്ട് നന്മ അതായിരിക്കും. കാരണം നമ്മുടെ എല്ലാ നന്മകളും അവർ ബാക്കിയുള്ള ആൾക്കാർ എന്താ ചെയ്യാം, നീ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ കാണില്ല. നമ്മളെന്താണ് നല്ല കാര്യങ്ങൾ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ മറച്ചു വയ്ക്കുകയും നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷെ നമ്മളെ തെറ്റിനെ കണ്ടുപിടിച്ച് തരുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ
നമ്മൾ ഇഷ്ടപ്പെടില്ല പലപ്പോഴും അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഉണ്ടാവണം. നമ്മളെപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ കുറച്ച് ദൂരം നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവരിത് ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ ലാഭത്തിനോ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് ആത്മീയമായിട്ട് പുരോഗമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റുകൾ അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഭക്തന്മാർ അവർ ചെയ്യുന്നത് ആണ് റിയലായിട്ടുള്ള നമ്മുടെ ആത്മവിരോധിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഭക്തന്മാരോട് നമ്മൾ മാക്സിമം അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം, സംഘം ചെയ്യാൻ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മളടുത്ത് ചോദിക്കാം, നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്ത ശേഷം ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഉള്ള രീതിയിൽ നമ്മൾ ചോദിക്കാം. അറ്റ്ലീസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള മനോഭാവം ഇല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെന്ന് ഞാൻ ഒന്നുമല്ല എനിക്ക് എളിമത്വം വരാനുള്ള ഏറ്റവും എളുപ്പമായിട്ട് മാർഗം എന്താണ്, നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കാര്യമാണ് അതിന് ഏറ്റവും എളുപ്പമായിട്ട് മാർഗം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. എങ്ങനെ നമ്മുടെ ഫോൾസ് ഈഗോ മാറ്റി റിയൽ ഈഗോയിലൂടെ നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കും ജസ്റ്റ് ഒരു അനുഭവം, എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ആക്ച്വലി ഞാൻ ജാമ്യതയുള്ള സമയത്ത് അപ്പോൾ അവിടെ ഒരുപാട് ഭക്തന്മാർ എപ്പോഴും കറക്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് പലപ്പോഴും. അപ്പോൾ നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ കൂടി അവർ ചെറിയ തെറ്റുകളുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് എനിക്ക് കുറച്ച് ദിവസം അങ്ങനെ അമ്പലത്തിൽ നിൽക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ നട അടച്ചു. അപ്പോൾ അടച്ച ശേഷം അവിടെ ആൾട്ടർ കിട്ട ശേഷം നമ്മൾ എല്ലാവരും പതിവാണ് നട അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമസ്കരിക്കും. അത് ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. പക്ഷെ ഞാൻ അവിടെ പോയി അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അവിടെ ഭഗവാൻ റെസ്റ്റ് കൊടുത്ത ശേഷം അവിടെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നമസ്കരിച്ചു. ഉടനെ തന്നെ അവിടെ ടെമ്പിൾ പ്രസിഡന്റ് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് വലിച്ചു. അപ്പോൾ ഇപ്പോൾ നമസ്കരിക്കാൻ പാടില്ല, ഇതിപ്പോൾ ഭഗവാൻ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നമസ്കരിക്കുന്നത് അത് ശരിയല്ല എന്ന രീതിയിൽ. അപ്പോൾ ഭഗവാൻ റെസ്റ്റ് കൊടുത്ത ശേഷം നമ്മൾ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളതിനെ അത് പറഞ്ഞു തരാനുള്ള ആൾക്കാർക്കുള്ള വ്യക്തത ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനാണ് പറഞ്ഞു തരുന്നതെന്നും അത് മനസ്സിലാക്കാനുള്ള മനോഭാവം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരിക്കലും അവർ പറഞ്ഞു തരുന്നത് നമ്മളെ, കാരണം നമുക്കിത് പറഞ്ഞു തന്നാൽ നമ്മൾ നാളെ ബാക്കിയുള്ളവർക്ക് കൂടി കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ജ്ഞാനെന്നുള്ളത് നമ്മുടെ കയ്യിൽ മാത്രം വെച്ചാൽ ഒരിക്കലും ബാക്കിയുള്ളവർ ഷെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നല്ലതും തെറ്റുകളായുള്ള കാര്യങ്ങൾ കൂടി കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള സുഹൃത്തായിട്ട് എല്ലാവരും മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തോട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് നേരെ തിരിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം എന്താണ്, അവരവരുടെ സമ്പത്തുകളും ഇതൊക്കെ എങ്ങനെ കൂട്ടാമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യാം, അതിന് തടസ്സം വരുന്ന വ്യക്തികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനാണ് ഇതിൻ്റെയൊക്കെ കാരണഭൂതൻ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രൂപ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, അവരറിയുന്നില്ല ഇതൊക്കെ നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് കാര്യം. അപ്പോൾ നമ്മളത് ശരിക്കും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പരിശ്രമിച്ചാലും കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് ഭഗവാന്റെ നിയോഗം അൾട്ടിമേറ്റ്ലി അതനുസരിച്ചാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അതിന് പരിശ്രമം ചെയ്യാം. പക്ഷെ അതിന് കഠിനമായിട്ട് പരിശ്രമിച്ച് നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ എനിക്ക് വേറൊരു പ്ലാൻ ബി എന്നൊരു വഴി തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് ജീവിക്കാം എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് ഈ അസുര സ്വഭാവമുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, അവർക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ എന്ന ചിന്താഗതിയോടെ അവരെന്ത് ചെയ്യും, ബാക്കിയുള്ള വ്യക്തികളെ ഉപദ്രവിക്കുകയും അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ അവർ ശ്രമിക്കും. അവർ പണം കൊണ്ടും അവരുടെ ശക്തി കൊണ്ടൊക്കെ ആൾക്കാരെ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതേ സമയത്ത് അവർ മനസ്സിലാക്കുന്നില്ല ഈ കിട്ടുന്ന പദവിയും പ്രശസ്തിയൊക്കെ നമുക്കറിയാൻ സാധിക്കും ഈ ശരീരം പോകുന്നതോടുകൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഞാൻ നടക്കുന്നത് എന്നത് അവർ ചിന്തിക്കുന്നില്ല നമ്മൾ നോക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്തായാലും നമ്മൾ പലപ്പോഴും ആ വ്യക്തിയുടെ നന്മകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ആ വ്യക്തി ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താ പറയുക, അവനെ കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പലപ്പോഴും ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശ്ലോകത്തിൽ ഈ ഒരു മനോഭാവമുള്ള വ്യക്തികൾ അവരെപ്പോഴും ഈ പല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതിൽ എപ്പോഴും ഒരുപാട് ആകാംക്ഷകളായിരിക്കും എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ വ്യക്തികൾ കാണാൻ സാധിക്കും, ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം വരാൻ വേണ്ടി പല ഗുളികൾ കഴിക്കും. അപ്പം അങ്ങനെ രീതിയിലൊക്കെ ഒരുപാട് അവരുടെ ഇത് തന്നെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ധനം സ്വരൂപിച്ചിട്ട് കൂടി അവർ ചിന്തിക്കുകയാണ് ഇനിയും മതിയായില്ല മനോഭാവം അവർക്കുണ്ടാകും. അവർ അൾട്ടിമേറ്റ്ലി അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ചിന്തിക്കുകയാണ് ഞാൻ എനിക്ക് എങ്ങനെ ഇതിനെക്കാട്ടിൽ കൂടുതൽ സ്വരൂപിക്കാൻ സാധിക്കും. ഞാനൊരു ലെക്ചറിൽ ഇങ്ങനെ കേട്ടാണ്. അപ്പോൾ ഒരു ആധ്യാത്മിക വ്യക്തി അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു മൊബൈൽ കമ്പനിയിൽ അദ്ദേഹം പോയി. അപ്പോൾ മൊബൈൽ കമ്പനിയിൽ പോയിട്ട് അദ്ദേഹം അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവപ്പെടാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പോൾ അവർ ചിന്തിക്കും ഇപ്പോൾ ആധ്യാത്മിക ഇതിലുള്ള വ്യക്തി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വഴി പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹത്തിന് വിളിച്ചു.
വിളിച്ച് അവർ കമ്പനിയുടെ മെയിനായിട്ടുള്ള കുറച്ചൊരു 10-12 CEO ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഇരുന്ന ശേഷം ഇദ്ദേഹം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് 10 മൊബൈൽ അടിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങൾ ആദ്യം മൊബൈൽ നിങ്ങൾ സൈലൻറ്റ് ചെയ്യും. അവർ പറഞ്ഞു, ഇല്ല സൈലൻറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കോളാണ്, അവർ വിളിക്കുകയാണ്, അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തില്ലാണെങ്കിൽ നടക്കില്ല. അപ്പോൾ അവർ പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്ട്രെസ്സിനെ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ എടുത്ത് മാറ്റുക എന്നുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റാൻ പറ്റില്ല, കാരണം ഈ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയുടെ നഷ്ടം വരും, കാരണം അതിലൂടെയാണ് നമുക്ക് അടുത്ത കമ്പനിയുടെ പ്രോഫിറ്റ് വരുന്നത് ഉള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഇതിന് പിന്നാലെ നിങ്ങൾ പറയുന്ന സ്ട്രെസ്സ് മാറ്റണം എന്ന് പറയുന്നത്, പക്ഷേ അതേ സമയത്ത് സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി ഇരിക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ സ്ട്രെസ്സ് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ചോദിച്ചു, ഈ സമ്പത്ത് ഉണ്ടാക്കിയിട്ട്. അവർ പറയുന്നത്, നമ്മൾ 60 വയസ്സിൽ നിങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യും, ഈ സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആരോഗ്യം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 60 വയസ്സിന് ശേഷം ഈ സമ്പാദിച്ച പണങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചപ്പോഴാണ് അവർക്ക് ഒരു ബോധം വന്നത്, ആക്ച്വലി എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നേടാനുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ പ്രസ്ഥാനം പഠിപ്പിച്ച് തരികയും ചെയ്യുന്നത്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുകയും ചെയ്യാം, അതുപോലെ ബാലൻസ്ഡായിട്ട് നമുക്ക് എന്ത് വേണമോ ഉള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ലിവിങ്ങും ഒരു ഹൈ തിങ്കിങ് എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഈ ആസുര പ്രകൃതിയിലുള്ള വ്യക്തികൾ കൂടുന്തോറും നമുക്ക് ലോകത്തിൽ അശാന്തിയും കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ട്. കാരണം എന്താണ്, ഈ പ്രവണതയുള്ള വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ശത്രുക്കളാവും, പിന്നെ അത് ഒരു രാജ്യം തമ്മിലാവും എന്ന് ശീല പ്രഭുപാദ് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അതാണ് അതിന് എല്ലാ കാര്യവും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമുക്ക് ആക്ച്വലി നമ്മുടെ യഥാർത്ഥമായിട്ട് സന്തോഷം അടങ്ങിയിരിക്കുന്നത് ഭഗവത് സ്നേഹത്തിലും ഭഗവാനെ സ്നേഹിക്കലും ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നിരിക്കുകയാണ്. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്, സന്തോഷമാണ്. പക്ഷെ നമ്മൾ സന്തോഷം അന്വേഷിക്കുന്നത് തെറ്റായ സ്ഥാനത്താണെന്ന കാര്യമാണ്. അപ്പോൾ ഭൗതിക ലോകത്തിൽ വന്ന വ്യക്തികൾക്ക് അറിയുന്നില്ല, അവർ ഭഗവാനെ മറന്നുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ വരുന്നതെന്നോ യഥാർത്ഥമായിട്ടുള്ള സന്തോഷമുള്ളത് നമുക്ക് ആത്മീയ ജീവിതത്തിലാണെന്നും ആ ഭഗവത് സേവനത്തിലൂടെയാണ് യഥാർത്ഥ സന്തോഷം നേടാൻ പറ്റുന്നത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ തത്വത്തെ മറന്നുകൊണ്ടാണ് ഈ വ്യക്തികൾ വീണ്ടും വീണ്ടും അവർ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കി, അവർക്ക് അത് കാരണം അവർക്ക് മനസ്സമാധാനവും ശാന്തിയും സന്തോഷവും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി ഇതിനെ മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിലോട്ട് കടക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും, കാരണം യഥാർത്ഥമായിട്ടുള്ള ഭോക്താവ് അല്ലേ, ഭോക്താരം യജ്ഞ തമസാം സർവ്വലോക മഹേശ്വരം സുഹൃതം സർവ്വഭൂതാനാം ജ്ഞാതമാം ശാന്തി മൃച്ഛതി. ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകം ശീല പ്രഭുപാദ് പറയുന്ന ശ്ലോകത്തിന് പീസ് ഫോർമുല എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും സമാധാനമാണെന്നുണ്ടെങ്കിൽ ഭോക്താവ് ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് സേവനം ചെയ്യും. അദ്ദേഹമാണ് എല്ലാ യജ്ഞങ്ങളുടെയും അധിപതി എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹമാണ് എല്ലാവർക്കും സുഹൃത്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥമായ സമാധാനം നേടാൻ സാധിക്കുക എന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനെ മറന്നു നമ്മൾ എന്തൊക്കെ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് ശീല പ്രബോധനം അതൊക്കെ കിട്ടിയാലും നമുക്ക് എന്ത് സംഭവിക്കുന്നു, വീണ്ടും കൊണ്ട് യുദ്ധങ്ങളാണ് വരുന്നത്. അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിനും കേന്ദ്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കണ്ടെത്താൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം പ്രഭുപാദ് അതിനും അടുത്തായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവർ ചിന്തിക്കുകയാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇത് അസ്വസ്വഭാവം കൊണ്ട് വ്യക്തികളുടെ അടുത്തൊരു ആറ്റിറ്റ്യൂഡാണ്. അവർ ചിന്തിക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപരിലോകത്തിന് നമുക്ക് പോകാൻ സാധിക്കും, അതിനൊന്നും നമുക്ക് ഭഗവാൻ വിശ്വസിക്കേണ്ട, എൻ്റെ കഴിവ് കൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് അഹങ്കാരം പറയാറുണ്ട് അല്ലേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് കാണാനുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മൾ പലപ്പോഴും അവർ ചിന്തിക്കുകയാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് പറയാനുള്ള കഴിവുകളും ചിന്തിക്കാനുള്ള കഴിവുകളൊക്കെ എവിടുന്ന് വരുന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മരിച്ചൊരു വ്യക്തിക്ക് ജീവൻ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നാണ് ശീല പ്രഭുപാദ് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം. കാരണം നിങ്ങൾ പറയുന്നു ശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മരിച്ച വ്യക്തിയിൽ ജീവൻ കൊണ്ടുവരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവൻ സൃഷ്ടിക്കാൻ പറ്റാത്തതിലുള്ള ചോദ്യം പ്രഭുപാദ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം അവർ കൊടുക്കാൻ ഒരിക്കലും സാധിച്ചില്ല. അവർ പറയും നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നു, അത് പറഞ്ഞു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇവർക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷെ അവർ ചിന്തിക്കുകയാണ് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഉപരി ലോകങ്ങളിൽ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ ഗ്രഹത്തിൽ എനിക്ക് ജീവിതം തുടങ്ങാൻ സാധിക്കും എന്നൊക്കെ അവരങ്ങനെ അവരുടെ സമയം അവർ വെറുതെ കളയാണ് ചെയ്യുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഭഗവത്ഗീതയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് മനസ്സിലാക്കാതെ അവരുടെ ചിന്താഗതിയും അവരുടെ മനോഭാവം അനുസരിച്ച് ജീവിക്കാനാണ് അവർ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് രാവണൻ്റെ എക്സാമ്പിൾ. അപ്പം നമുക്ക്
നോക്കുകയാണെങ്കിൽ ശാസ്ത്രങ്ങളെല്ലാത്തിനും ഉദാഹരണം നമുക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്കതിൽ വിശ്വാസം പലപ്പോഴും വരാറുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ വളരെ വ്യക്തമായിട്ടും ഇവിടെ രാവണൻ തന്നെ അദ്ദേഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഒരു ലോകത്തോട് ചെന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വേറെ യജ്ഞങ്ങളോ ഇതൊന്നും തപസ്സിന് അനുഷ്ഠിക്കാതെ തന്നെ സ്വർഗ്ഗലോകത്തിലോട്ട് ഒരു എന്ത് ചെയ്യണം, ഒരു ഷെയർ കേസ് കെട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇല്ല, അത്രയും ശക്തിയുള്ള ഒരു വ്യക്തി അത്രയും കാലം മുമ്പ് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പിന്നെ സാധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള മോഹവലയങ്ങളിൽ നമ്മൾ വീണുകൊണ്ടേയിരിക്കുന്നതാണ് ശീല പ്രഭുപാദ് അവിടെ പറയുന്നത്. മോഹജാലത്തിൽ അപ്പം ഒരു വല പോലെയാണ് അല്ലേ, നമ്മൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. ചിലപ്പം മീനുകളെ പിടിക്കാനൊക്കെ നമ്മൾ പോകുന്ന സമയത്തല്ലേ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. അവരെന്ത് ചെയ്യും, നല്ല നല്ല ഭക്ഷണം ഇട്ട് കൊടുക്കും. അപ്പോൾ ഭക്ഷണം കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, മീൻ പറയുമ്പോൾ നല്ല ഭക്ഷണം കിട്ടി എന്നുള്ള ഓടിച്ചാടി ആ ഭക്ഷണം കഴിക്കാൻ കഴിയും. എപ്പോൾ ഭക്ഷണം എടുത്ത് വാരിടുന്നു അപ്പോൾ ഉടനെ തന്നെ അടുത്ത വലയിട്ട് അത് പിടിച്ചുകൊണ്ട് പോകും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഭൗതികമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടും എന്നുള്ള ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം നേടുന്നു പോയി നമ്മൾ അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്താൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയാലും ജീവിതത്തിൽ പ്രവർത്തി കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിന് നമുക്ക് ആ ഒരു ദൃഢനിശ്ചയം, നമുക്ക് ആ വിശ്വാസം നമ്മളിൽ നിന്ന് വരണം. ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതാണെന്നും ഇത് എൻ്റെ നന്മയ്ക്കാണെന്നുള്ള ആ വിശ്വാസം കൊണ്ടുവരണം. അപ്പം അതിനാണ് നമുക്ക് ഭക്തന്മാരുടെ സംഘം. കാരണം നിരന്തരം നമുക്ക് ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കും. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അതിൻ്റെ അവരിൽ കേൾക്കുകയും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളൊരു അദ്ദേഹത്തിന് ഗുരു സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിശ്വാസം നമ്മളുള്ളിൽ അടിയുറക്കുകയും ചെയ്യും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ വിശ്വാസം അതിനോടാണ് ആസക്തി പ്രവർത്തനം നമ്മുടെ സാധാരണ ഗതിയിൽ. അപ്പോൾ വിശ്വാസം വളർത്തുകയാണ് നമ്മൾ ഈ ഭക്തസംഘത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം നമ്മൾ നോക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനാണ് നമുക്ക് നിരന്തരം നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതാണ് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭഗവാൻ ഓർക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, ഞാൻ എപ്പോഴും ഭഗവാൻ ആശ്രിതനാണെന്ന് കാണിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനുള്ളതാണ് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇടുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മൾ നാമം ജപിച്ചു 16 മാല ആയി എന്ന് പറഞ്ഞാൽ തീർന്നു, പിന്നെ നമ്മൾ ജപിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നടന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ചിന്ത വന്നുകൊണ്ടേയിരിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ മെല്ലെ മെല്ലെയായിട്ട് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യാം. നമ്മൾ നാമം ജപിക്കാം, ഈ ഒരു സമയം കിട്ടി കുറച്ച് നേരം നാമം ജപിക്കാം എന്ന രീതിയിൽ നമ്മൾ മെല്ലെ മെല്ലെയായിട്ട് നമ്മൾ നാമം ജപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിരന്തരം നമ്മൾ ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാനെ പറ്റി ഓർക്കാനുള്ള കഴിവ് നമുക്ക് വരാൻ സാധിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട ഒരു എൻഡവറാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് ആ വിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ശീല പ്രഭുപാദ ആചാര്യന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാനുള്ള കാര്യമാണ്. കാരണം എന്താണ്, നമുക്ക് ആ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും പ്രഭുപാദിന്റെ പൂർണ്ണമായിട്ടുള്ള ആ കൺവിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുന്ന സമയത്ത് അല്ലേ. അപ്പം അതിന് ഒരിക്കലും എന്തെങ്കിലും പ്രഭുപാദിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളിൽ എഴുതുന്നു. കാരണം അദ്ദേഹം എല്ലാ ആചാര്യന്മാരുടെ കമൻട്രികളൊക്കെ എടുത്ത് പഠിച്ച് മനസ്സിലാക്കി സ്ഥലകാല പാത്രം അനുസരിച്ചാണ് ഈ ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. കാരണം അത്രത്തോളം പ്രാക്ടിക്കലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഒരുപാട് നാളിന് ശേഷമാണ് എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തി ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് കല്യാണത്തിന് എനിക്ക് പോകാൻ സാധിച്ചു. അപ്പം നമ്മൾ ഇസ്കോണിലുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയോ കൃഷ്ണഭൂഷണം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് കൊടുത്തു. അപ്പോൾ കൂടുതൽ കൂട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി, നീ ഇതാണ് കൊടുത്തതെന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ശേഷം പിന്നെ അതേ ഇടയ്ക്ക് പലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇസ്കോണിൽ ഉള്ള സമയത്തൊക്കെ ഫെസ്റ്റിവൽസിൻ്റെ ഇതൊക്കെ അയക്കും. അപ്പോൾ അദ്ദേഹം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാൻ ഇപ്പോൾ അത് എടുത്ത് വായിക്കാൻ എനിക്ക് തോന്നിയത് അപ്പം നല്ലൊരു ഗ്രന്ഥമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും ഭഗവത്ഗീതയെ പറ്റി ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണോ ശീല ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചത് അതിനുശേഷം എനിക്ക് കുറച്ച് ഭഗവാനെ പറ്റി അറിയാൻ സാധിച്ചു. ഭഗവാൻ എത്ര കാരുണ്യവാനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്താണല്ലോ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇസ്കോൺ പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് മാറുന്ന പറഞ്ഞാൽ പ്രഭുപാദ് എന്ന വ്യക്തിയുടെ അസോസിയേഷൻ അവർ കൊടുക്കാനുള്ള കാര്യം. അതിന് നമുക്ക് ഈ പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ ചെറിയൊരു പുസ്തകം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ നമുക്ക് കൃഷ്ണഭക്തിയിലോട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാം. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. എല്ലാവരും നമുക്ക് മാറ്റം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങാം. മെല്ലെ മെല്ലെയായിട്ട് നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. പുസ്തക വിതരണം ചെയ്യുക, വ്യക്തികളെ നമ്മൾ അമ്പലത്തിൽ വിളിക്കുക. ഇപ്പോൾ ജന്മാഷ്ടമിക്ക് വരാണ്, നമുക്ക് അവരെ അമ്പലത്തിലോട്ട് വിളിക്കാം. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ ഡെയിലി മഹാമന്ത്രം ജപിക്കാൻ പറയാം. നമുക്ക് പറയുന്നത് നമ്മൾ ഹരേകൃഷ്ണ മന്ത്രത്തിന് കുറച്ച് കാർഡൊക്കെ വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ച് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെറുതാണെങ്കിൽ ഭഗവാൻ നോക്കുന്നത് നമ്മുടെ മനോഭാവമാണ് എപ്പോഴും ഭഗവാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ റീസെൻ്റ്ലി ചൈതന്യശാസ്ത്രത്തിൽ വായിച്ച ഒരു ഇതിൽ കാണാൻ സാധിച്ചത്, അവിടെ നമുക്ക് നരസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് പറഞ്ഞൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു പുരിയിൽ നിന്ന് നവദ്വീപിലോട്ട് വന്നു. അദ്ദേഹം അപ്പോൾ
കുടിയ വഴി നമ്പൂതിരി വന്ന ശേഷം അദ്ദേഹം തിരിച്ച് വൃന്ദാവനത്തിലോട്ട് പോവാണ്. അപ്പം ഈ നരസിംഹ ആനന്ദ ബ്രഹ്മചാരി എന്നുള്ള ബ്രഹ്മചാരിക്ക് അദ്ദേഹത്തിന് വലിയ ധനമോ കാര്യങ്ങളൊന്നും കയ്യിലില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം മാനസികമായിട്ട് എന്തെങ്കിലും ചെയ്തു? മാനസികമായിട്ട് അദ്ദേഹം ചിന്തിച്ചു, ഈ അദ്ദേഹം നടക്കുന്ന പാതകളിലൊക്കെ നല്ല പൂക്കളൊക്കെ വിരിച്ച് രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ഈ രീതിയിൽ മഹാപ്രഭുവിന് നല്ലൊരു സുഖമായിട്ട് യാത്ര പോകാൻ സാധിക്കട്ടെ എന്ന് മാനസികമായിട്ട് അദ്ദേഹം സങ്കല്പിച്ചത്. അപ്പോൾ അങ്ങനെ ആ സങ്കല്പത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ അദ്ദേഹം ആ മനോകൽപ്പനയിലൂടെയാണ് ഭഗവാനെ സേവനം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് പണമോ പ്രശസ്തിയോ പണമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കഴിവുകളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം മനസ്സുകൊണ്ട് ഭഗവാനെ സേവനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ നോക്കുന്നത് നമ്മൾ സമർപ്പിക്കുന്ന ഭോഗങ്ങളിലുള്ള പല രീതിയിലുള്ള പല വെറൈറ്റികളും അതൊന്നും തന്നെ ഭഗവാൻ നോക്കും. നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ ഭഗവാന് സേവനങ്ങൾ ചെയ്യുന്നുള്ള കാര്യമാണ്. അദ്ദേഹം മനസ്സുകൊണ്ടാണ് സേവനം ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അദ്ദേഹത്തിന് വേറെ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടി മാനസികമായിട്ട് ഭഗവാന് വേണ്ടി നല്ലൊരു സേവനം മനോകൽപ്പന ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, അപ്പം നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്യാൻ നമുക്ക് യാതൊരു തടസ്സവുമില്ല. യാതൊരു ഭൗതികമായിട്ടുള്ള അവസ്ഥകൾ, നമുക്ക് ധനമുണ്ടോ ഇല്ലയോ, കഴിവുകളുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ, അതൊന്നും ഒരു ബാധകമേ അല്ല. നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരവസ്ഥയിലും ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, പത്രം പുഷ്പം ഫലം പോയാൽ വ്യോമയെ ഭക്തിയാ പ്രയച്ചത് തഥം ഭക്തി ഉണർന്നും അശ്നാമി പ്രേതാത്മന. അപ്പം അതിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ പത്രമോ അല്ലെങ്കിൽ ഇലയോ പുഷ്പമോ ജലമോ എന്തായാലും നിങ്ങൾ സമർപ്പിച്ചോളൂ. അപ്പോൾ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ എനിക്ക് സമർപ്പിക്കണം അല്ലേ. അപ്പോൾ എന്ത് സമർപ്പിക്കുമ്പോൾ അതിന് വേണ്ട എസൻസ് എന്ന് പറയുന്നത് ഭക്തിയാണ്. നമ്മൾ ആക്ച്വലി അല്ലേ, ഡിവോഷനാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എത്രത്തോളം സ്നേഹത്തോടെയും ഇത് ഭഗവാൻ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നതും ബാക്കിയുള്ള ഭക്തന്മാർ സമർപ്പിക്കുന്നതും ഭഗവാൻ സന്തോഷമാകുന്നുള്ള ബോധത്തോടെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിൽ ഉയരാൻ സാധിക്കും. അപ്പോൾ ഏതൊരു വ്യക്തി ചെയ്യുന്നത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും ഞാൻ ചെയ്യുന്നത് മാത്രമാണ് സേവനം, ബാക്കിയുള്ള ചെയ്യുന്ന സേവനമല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ആധ്യാത്മിക ലോകത്തിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആരും എന്തൊരു സേവനം ചെയ്താലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ കൂടി നമ്മൾ അവരെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്ന ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ കൂടി ഡെയിലി നിങ്ങൾ 10 വൈഷ്ണവമാരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടെൻഡൻസി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്. കാരണം നമുക്ക് പലപ്പോഴും 10 പേര് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരാളുടെ നന്മ കണ്ടുപിടിച്ച് അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നന്മ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ ആ വ്യക്തി എന്താണ് ഭഗവാനെ നാമം ജപിക്കാം, എന്തെങ്കിലുമൊക്കെ ആവുന്ന രീതിയിൽ സേവനങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ബോധത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എളുപ്പമായിട്ട് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ചിന്താഗതി വെക്കേണ്ടത് ഞാനിപ്പോഴും ഒരു അസുര സ്വഭാവിയാണ്, ബോധത്തോടെ ഇരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം നമുക്ക് മുന്നേറാൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം വരും, ആ ഒരു വ്യക്തി അസുര സ്വഭാവമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ അകത്തോടൊന്ന് ചിന്തിക്കുക, എനിക്ക് ആ സ്വഭാവം ഉണ്ടെന്ന്, ഞാനും ഈ സ്വഭാവം നിന്ന് പുറത്തോട്ട് വരണം എന്നുള്ളത് നമ്മൾ അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഭക്തന്മാരെ സംഘം എടുത്തുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഹരികൃഷ്ണൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരികൃഷ്ണൻ. അന്യഗ്രഹത്തിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ നമ്മുടെ സയൻറ്റിസ്റ്റുകളൊക്കെ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് ഒരു ആസുര സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട്? നല്ല ചോദ്യമാണ്. അത് അന്യഗ്രഹത്തിലോട്ട് പോകുന്നത് എങ്ങനെയാണ് അസുര സ്വഭാവത്തിൻ്റെ ഇതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയുള്ള ഗ്രഹത്തിലോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനറ്റിലാണ് അല്ലേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ശരീര അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കും ശരിക്കും നോക്കുകയാണെങ്കിൽ. അപ്പം അതിനെ മറന്നുകൊണ്ട് ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എനിക്ക് ഇല്ലാത്തൊരു സൗകര്യത്തിനാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്കൊരു പ്ലേറ്റിൽ ഒരു ഭക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃപ്തരാകണം. പക്ഷേ അതേസമയം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വ്യക്തിയുടെ ഭക്ഷണം കൂടി വേണമെന്ന് ചിന്തിക്കുന്നത് നമ്മൾ അത്യാഗ്രഹമായിട്ട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപരിലോകത്തിലോട്ട് പോകുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ശരീരം വെച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അവഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ടാണ് അതിന് നമുക്ക് അസുരസ്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ പൂർണ്ണ വിശ്വാസമില്ലാത്ത വ്യക്തി ചിന്തിക്കുകയാണ് ഞാൻ ഭഗവാന്റെ ശക്തി ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ചിന്താഗതി ഒരു അസുരസ്വമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് ഉണ്ടിക്കാം.
श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय, समवेत गौर भक्तवृंद की जय, निताई गौर प्रेमानंदे।